നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. മേടൻ രാശി അശ്വതി, ഭരണി, കാർത്തികക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. മേടൻ രാശിയുടെ രാശിയാധിപനും അഷ്ടമാധിപനുമായ ചൊവ്വ മെയ് 10 വരെ മേടത്തിൻ്റെ 12-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശേഷം ജന്മഭാവത്തിലേക്ക് രാശി മാറുന്നു. മെയ് 10 വരെ മാനസികമായും ശാരീരികമായും പ്രയാസങ്ങൾ അനുഭവപ്പെടാം. ശേഷം സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഗുണഫലങ്ങൾ നൽകുന്നു. 5-ാം ഭാവാധിപനായ സൂര്യൻ മെയ് 14 വരെ വിദ്യാകാരകനായി ബുധനോട് യോഗം ചെയ്ത് നിപുണയോഗം നിർമ്മിച്ചാണ് ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ സമയം വിദ്യാർത്ഥികൾക്ക് വലിയ വിജയങ്ങളും പ്രശംസയും ലഭിക്കും. 2-ാം ഭാവാധിപനായ ശുക്രൻ്റെ സ്വക്ഷേത്രത്തിലെ സ്ഥിതിയും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള അനുഗ്രഹം ലഭിക്കുന്നു. വിദ്യാർത്ഥികൾ ഈ സമയത്ത് ശ്രദ്ധയോടെ പഠനം തുടരുക, വിജയം ഉറപ്പാണ്. 10-ാം ഭാവാധിപനായ ശനി 12-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജോലി സ്ഥലത്ത് സുഖകരമായ ഒരു അന്തരീക്ഷം ലഭിക്കുകയില്ല. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറണമെന്ന തോന്നൽ മനസ്സിൽ ഉടലെടുക്കും. ഇപ്പോൾ സ്ഥാനമാറ്റത്തിൻ്റെ സമയമാണ്. ഇത് നിങ്ങൾക്ക് ഗുണകരമാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ. വിദേശത്ത് തൊഴിലിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. എല്ലാ പ്രവർത്തനങ്ങളിലും കഠിനാധ്വാനവും പണച്ചെലവും ഉണ്ടാകും. കോപം നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. 7-ാം ഭാവത്തിലേക്ക് ശുക്രൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ ബിസിനസ്സുകാർക്ക് അനുകൂല സമയമാണ്. കൂടാതെ രാഹുവിൻ്റെ സർവാഭീഷ്ട സ്ഥാനത്തുള്ള സ്ഥിതിയും വിദേശ വരുമാനത്തെ സൂചിപ്പിക്കുന്നു. ഇവയെല്ലാം ബിസിനസ്സുകാർക്ക് നേട്ടങ്ങൾ നൽകുന്നു. വിദേശ ബിസിനസ്സുകൾ പുരോഗമിക്കും. പാർട്ട്നേഴ്സിനെ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണെങ്കിലും 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദമ്പതികൾക്ക് അനുകൂല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള അവസരമാണ്. ജൂൺ 2-ന് ശേഷം നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം, വീട്, വാഹനം, നടക്കാനിരിക്കുന്ന വിവാഹം എന്നിവയ്ക്കെല്ലാം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു. നിത്യവും ശാസ്താവിൻ്റെയും വിഷ്ണു ഭഗവാന്റെയും കീർത്തനങ്ങൾ ജപിക്കുക. പ്രയാസങ്ങളെല്ലാം മാറിപ്പോകും.